ഫൈനലി അങ്ങനെ ജാവ 42 ഒരു അപ്ഡേറ്റഡ് വേരിയന്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കമ്പനി ഇതിനെ ക്ലാസിക് ലുക്കിൽ നിന്ന് കുറച്ചുകൂടി മോഡേൺ സ്റ്റൈലിലോട്ട് മാറ്റി. എനിക്ക് കൂടുതൽ പ്രിയം ആദ്യം ഉണ്ടായിരുന്ന 42നോട് തന്നെയാണ്. പിന്നെ കോമ്പറ്റീഷന്റെ മുന്നിൽ പിടിച്ചു വെക്കണതിന് മാറ്റം അനിവാര്യമാണ്. എടുത്തു പറയേണ്ട മാറ്റം അനലോഗ് പ്ലസ് ഡിജിറ്റൽ സ്പീഡോമീറ്ററിന് പകരം കംപ്ലീറ്റ്ലി പുതിയ ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. 14 കളർ ഓപ്ഷനിലാണ് ഈ മോഡൽ ഇറക്കിയിരിക്കുന്നത്. വണ്ടിയിൽ ക്രോമിന്റെ ഒരു അംശം പോലും ഇല്ലാതെ എഞ്ചിൻ ബാക്കി ഭാഗങ്ങളെല്ലാം ബ്ലാക്ക് ഔട്ട് തീമിലാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ കമ്പനി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ജെ പാന്തർ എഞ്ചിനും. ഇത് 3ാം തലമുറ ജെ പാന്തർ സീരീസ് എഞ്ചിനാണ്. ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള 294.7 സിസിയുടെ എഞ്ചിനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ഇത് മോജോയിൽ ഉണ്ടായിരുന്ന എഞ്ചിനാണ്. ഇപ്പൊ ഇവനിലൂടെയാണ് ഈ എഞ്ചിൻ ജീവിക്കുന്നത്. 27.32 PS പവറും 26.84 Nm ടോർക്കും 2.5 ലിറ്റർ ഫ്യൂൽ ടാങ്കും 3ാം തലമുറ എഞ്ചിനിൽ വന്നിരിക്കുന്ന മാറ്റം മികച്ച തെർമൽ എഫിഷ്യൻസി, ബെറ്റർ ബാലൻസ്ഡ് ആയിട്ടുള്ള ക്രാങ്ക് ഷാഫ്റ്റ്, മെച്ചപ്പെട്ട NVH ലെവലായി ബ്ലോ ബൈ എന്നിവയാണ് സവിശേഷതകൾ. ലഭിക്കുന്നുണ്ട്. സുഗമമായ പെർഫോമൻസിനായി DB കില്ലറിന് മാത്രം പുതിയ ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് സിസ്റ്റവും കമ്പനി നൽകിയിരിക്കുന്നു. ക്ലച്ചിനെ ലൈറ്റർ ആക്കാൻ വേണ്ടി അസിസ്റ്റന്റ് സ്ലിപ്പർ ക്ലച്ചും കുറഞ്ഞ ഗിയർ ഷിഫ്റ്റിംഗോട് കൂടിയുള്ള 6 സ്പീഡ് ഗിയർ ബോക്സും ആദ്യത്തെ 3 ഏറിൽ ലോ ആൻഡ് പെർഫോമൻസും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ മോഡലിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന കാര്യം പഴയതിനേക്കാൾ വില ഇതിന് കൂടാനേ സാധ്യതയുള്ളൂ എന്നല്ലേ. പഴയ മോഡലിനേക്കാൾ 17,000 രൂപയാണ് ഈ മോഡലിന് കുറവ് വന്നിരിക്കുന്നത്. പഴയ മോഡലിന് വില വരുന്ന 1.9x ലാക്സ് ആണ്. ഇനി പുതിയ മോഡലിന് വരുന്ന 1.73 ലാക്സ്. ആദ്യമായിട്ടാണ് ഒരു കമ്പനി അപ്ഡേറ്റഡ് മോഡലിന് റേറ്റ് കുറച്ച് ഇറക്കുന്നത്. സാധാരണ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മുമ്പത്തെ മോഡലിനേക്കാൾ കുറച്ച് പൈസ കൂടാനാണ് സാധ്യത. ഇത് കുറച്ചിറക്കിയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യം, പഴയ മോഡലിലെ ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോരെ ഇങ്ങനെ ഒരു പുതിയ മോഡൽ കൊണ്ടുവരുന്നത്. അവസാനം അതും ഇതും കൂടി വന്നിട്ട് സർവീസ് സെന്ററിന് ഒരു തലവേദന ആവരുത് ഇത്. അല്ലെ ഈ മോഡലിന്റെ വില കുറച്ചത് ക്ലാസിക്കിന് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയല്ലേ. ഇന്നത്തെ കാലത്ത് പല കമ്പനിയും പുതിയ അപ്ഡേറ്റഡ് വേരിയന്റ് കൊണ്ടുവരുമ്പോൾ അതിന്റെ റേറ്റുകൾ കൂട്ടാറാണ് പതിവ്. ആ അവസരത്തിൽ നിങ്ങൾ റേറ്റ് കുറച്ച് വിൽക്കാൻ കാണിച്ച മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഈ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ ഈ വണ്ടിയിൽ പ്രാവർത്തികമായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം.